ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടായി നോക്കുന്നത്. ദിസ് ഈസ് ദ ക്യാമറ റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, കാരണം ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഫേസിലേക്ക് ഫോക്കസ് ചെയ്യാനാണല്ലോ ഒരു ടെൻഡൻസി കൂടുതൽ. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഈ വീഡിയോ റിലീസാവോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് ദിസ് ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് സക്സസ് ആവുമോ, ഇത് എല്ലാ കാര്യങ്ങളും എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കവർ ചെയ്തെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ റിലീസാക്കാം. ഫ്ലോപ്പായി പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ, ഒരു മാന്യമായിട്ടുള്ള ഫ്ലോപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ റിലീസാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. ഇപ്പോൾ ടൈം 8:32 ആയി. ഇന്ന് വീക്കെൻഡൊക്കെ ആയത് കാരണം സാധാരണ 9:30 ആവും, 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. ഇന്ന് പക്ഷേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇന്ന് റൂമൊക്കെ ഡീറ്റെയിൽ ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുമെങ്കിലും സാറ്റർഡേ ആണ് ഒരു വിശാലമായിട്ടുള്ള ക്ലീനിങ്. അപ്പോൾ ഒരു ഡീറ്റെയിൽ ക്ലീനിങ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ഉണ്ട്. പിന്നെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യണം. പിന്നെ എനിക്കിതൊരു വെബിനാർ അറ്റൻഡ് ചെയ്യാനുണ്ട്. സ്കൂളിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു വെബിനാർ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി 8:30 അപ്പോൾ എണീറ്റത്. രാവിലെ ഒരു 6 മണിക്ക് ഞാൻ എണീറ്റായിരുന്നു. ഹസ്ബൻഡിന് രാവിലെ പോകേണ്ടതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അന്നേരം ഒന്ന് ഓട്സാണ്, വേറെ വലിയ സംഭവമൊന്നുമില്ല. സെറ്റാക്കിയിട്ട് അത് ഞാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ നേരെ വന്ന് കിടന്നു. എന്നിട്ട് ഇപ്പോൾ ഞാൻ 8:30 ആയപ്പോൾ എണീറ്റു. അത് ഈ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുകൊണ്ടാണ്. അപ്പം നേരത്തെ ജോലികളൊക്കെ തീർക്കണമല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു 9 മണിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 9:30 ആവും. അങ്ങനെയൊക്കെയാണ് ശനിയാഴ്ചയൊക്കെ എണീക്കാറുള്ളത്. ബിക്കോസ് ദിസ് ഇസ് വീക്കെൻഡ്. അതാണല്ലോ വീക്കെൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒരു മെക്കാനിക്കൽ ലൈഫല്ലേ, ഇങ്ങനെ ഒരു ടൈം ടേബിളാണ്. ഇന്ന സമയത്ത് ഇത് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. അതിലേതെങ്കിലും ഒന്ന് മാറി കഴിഞ്ഞിരുന്നാൽ കംപ്ലീറ്റ് തീർന്നു പോകും, അന്നത്തെ ദിവസം അങ്ങ് മാറിപ്പോവും. സോ ദിസ് ഇസ് ഹൗ വി യൂഷ്വലി ഗോ. അപ്പോൾ ഇന്നത് തന്നെ ഞാൻ ഓർത്തു, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ചെയ്ത് നോക്കാം. ഞാൻ ശ്രമിച്ചു നോക്കുകയാണ്. ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഓട്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഓട്സൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതേ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിതിനകത്ത് ആക്ച്വലി കുറച്ച് ഷുഗർ ആഡ് ചെയ്യും കേട്ടോ. കാരണം ഷുഗർ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിരുന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വേറെ ചായയോ കോഫിയോ അങ്ങനെയൊന്നും കുടിക്കാറില്ല. അപ്പോൾ ഇതല്ലാതെ വേറെ ഷുഗർ കണ്ടൻറ്റ് ചെല്ലുന്നതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ആൾക്കാർ പറയും ഓട്സിനകത്ത് ഷുഗർ ഇടരുത്, ഇട്ടാൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ എന്നിരുന്നാലും ഇടരുതെന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ ടീയും കോഫിയൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പക്ഷേ വേറൊന്നും ടീയോ കോഫിയോ ഒന്നും കുടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഷുഗർ ആഡ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഓട്സിൻ്റെ പുറത്ത് കുറച്ച് ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്തു. അതായത് ബ്ലാക്ക് റൈസിൻസും പിന്നെ കുറച്ച് കോൺഫ്ലേക്സും. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉണക്കമുന്തിരി എന്ന് പറയുമല്ലോ, അത് തന്നെയാണ് സംഭവം കേട്ടോ. കിസ്മിസ് എന്നും പറയും കേട്ടോ, ഉണക്കമുന്തിരി എന്നും പറയും, അതേപോലെ കിസ്മിസ് എന്നും പറയും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് റൈസിൻസും പിന്നെ കുറച്ച് കോൺഫ്ലേക്സും ആണ് ഞാൻ ആഡ് ചെയ്തത്. ഇതൊക്കെ ഇട്ടിങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെയാണ്. പക്ഷേ പിന്നെ ഇവിടെ വന്നപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ഓട്സൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. ഈ ഓട്സിന് പിന്നെ ആക്ച്വലി ഈ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പായസമൊക്കെ കഴിക്കുന്ന എഫക്റ്റ് കിട്ടാറുണ്ട്. ഞാൻ എന്താ എപ്പോഴും ഇങ്ങോട്ട് നോക്കുന്നത്, ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ഇങ്ങനെ നോക്കി സംസാരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ക്യാമറയിലാണ് ഫേസ് ചെയ്യേണ്ടത്. എന്താ ഇത്, എത്ര പ്രാവശ്യമായി ഞാനിത് എന്നോട് തന്നെ പറയാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഞാൻ മാക്സിമം അങ്ങോട്ട് ക്യാമറ ഫേസ് ചെയ്ത് തന്നെ സംസാരിക്കാൻ നോക്കാം കേട്ടോ. പക്ഷെ എന്നിരുന്നാലും അറിയാതെ എൻ്റെ കണ്ണിങ്ങോട്ട് ഇടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പിന്നെ ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അയ്യോ, വിശന്നിരിക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല കൊതി വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ആക്ച്വലി ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇഡ്ഡലി സാമ്പാർ, ദോശ,
മസാല ദോശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും കൂടുതൽ ഇഡ്ഡലിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്രാൻഡാവും. അത് നമ്മൾ ഈ നമ്മുടെ നാട്ടിലെ ആര്യാസ്, പിന്നെ അങ്ങനെയുള്ള ഹോട്ടലുണ്ടല്ലോ, ആര്യ ഭവൻ, അങ്ങനെയൊക്കെയുള്ള ഹോട്ടലിൽ ചെന്ന് കയറുമ്പോഴാണ് ആ കറക്റ്റ് നല്ല ഇഡ്ഡലിയും സാമ്പാറും അതേപോലെ അവരുടെ ആ തക്കാളി ചട്നിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിരുന്നാൽ ഇത് നല്ല ചൂടായിട്ടിരിക്കുക, അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് വിശക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് ചൂടായിട്ടിരിക്കുമ്പോഴും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. കഴിച്ച് തീർന്ന് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ടാസ്കിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കഴിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് കോൺഫ്ലിക്സും ആ ഒരു കിസ്മിസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓട്സ് കഴിക്കുകയാണ്. എനിക്കിത് ഓട്സ് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റാത്തതെന്ന് വെച്ചിരുന്നാൽ ഇതൊരു തട്ടിക്കൂട്ട് രീതിയിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തിനാണ് നിങ്ങളോട് കള്ളം പറയുന്നത്? ഒരു അച്ചാർ കുപ്പിയുടെ മേളിലാണ് ഞാൻ ഈ ഫോൺ വെച്ചേക്കുന്നത്. ബാക്കിൽ സപ്പോർട്ടിനായിട്ട് ഒരു കുപ്പി വെള്ളവും നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഇനി എനിക്ക് തല്ല് മേടിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓട്സ് കാണാൻ പറ്റാത്തത്. ആക്ച്വലി ഞാൻ ഇവിടെ ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് കൊള്ളാം, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചൂടാറിയത് കൊണ്ട് കൊള്ളാം. എനിക്ക് ഒരുപാട് ചൂടോടെ കഴിക്കാൻ പറ്റത്തില്ല. ഇഡലിയൊക്കെ ആണെന്ന് സങ്കല്പിച്ചൊന്ന് കഴിക്കാം. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ് അവിടെ ഇരിക്കുകയാണ്. അത് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആംഗിളിൽ അങ്ങോട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ അച്ചാർ ഉപ്പിയുടെ മേളിലൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നെപ്പോലെ ഇങ്ങനത്തെ ഉടായ്പൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ടോ എന്ന് പറയണം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാനൊന്ന് സെറ്റായി. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ഇട്ടു. കാരണം ഇനി നമ്മൾ നമ്മുടെ ആ പണിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാലേ എനിക്ക് ആ പണിയൊക്കെ അങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനെയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോസ്മെറ്റിക് ലിപ്സ്റ്റിക്കാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെയൊക്കെ മാനിയകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇച്ചിരി വൃത്തിയായിട്ട് നിൽക്കാം എന്ന് വിചാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പണിയൊക്കെ അങ്ങോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ ഇനി അതിലേക്ക് അങ്ങോട്ട് തിരിയാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചിരുന്നാൽ ഇനി ഞാൻ കുക്കിങ്ങിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഇവിടെ ബക്കാലേന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നാട്ടിലെ കുഞ്ഞ് കടകളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞ് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇവിടെ അതിന് പറയുന്നത് ബക്കാലേന്നാണ് കേട്ടോ. അപ്പം ഞാൻ പുറത്തൊക്കെ പോയി സാധനങ്ങളൊക്കെ ബാക്കിയിട്ട് വന്നു. അപ്പോൾ ഇനി ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പൊട്ടറ്റോ ഒക്കെ ഒന്ന് അരിയാൻ പോവുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ഒരു സിനിമയും കൂടി കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് വെബിനാർ തുടങ്ങാൻ ഇനിയും കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് വീക്കെൻഡിലൊക്കെയല്ലേ ഉള്ളൂ ഇങ്ങനെ സിനിമ കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്ന മൂവി ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല, ബാലചന്ദ്രൻ മേനോൻ്റെ മൂവിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് കാണാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. യെസ്, സിനിമ തുടങ്ങിയിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ മൂവി. അപ്പം എന്താണെന്ന് സംഭവം ഒന്ന് കണ്ടുകൂടെ നോക്കാം. അതേപോലെ കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാം. നിങ്ങൾക്ക് പഴയ സിനിമ കാണുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് പഴയ സിനിമാസൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. നായകനൊന്നും അല്ല തോന്നുന്നു. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇനി കുറച്ച് നേരം ഈ കുക്കിങ്ങിൻ്റെ കൂടെ ഞാൻ ഈ ടി വിയും കൂടെ കാണും. അപ്പോൾ ഇനി അതാണ് കുറച്ച് നേരത്തേക്കുള്ള പരിപാടി. അപ്പം ഞാൻ കുക്കിംഗ് ഒക്കെ കുറച്ചൊന്ന് ഒതുക്കി. കറിയും മെഴുക്കുവരട്ടിയും ഇതേപോലെ പുളിശ്ശേരിയിലല്ലെന്ന് പച്ചമോരാണ്, അതൊക്കെ വെച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പം ഈ കുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വെബിനാർ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അത് കാരണം കുറച്ച് ഫാസ്റ്റായിട്ടെല്ലാം ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ക്യാമറ സെറ്റ് ചെയ്യാനും അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ എന്തൊക്കെ ഐറ്റംസ് വെച്ചു എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ 11:15 ആയി. എനിക്ക് 11:30 അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് 2 മണിക്കൂറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് വെക്കാനായിട്ട്. ബാക്കി കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. ചോറ് പിന്നെ ബസുമതി റൈസാണ്, കാരണം ഒരുപാട് സമയം എടുക്കത്തില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് ലാസ്റ്റ് വെച്ചത്. അപ്പോൾ ഇനി ഞാൻ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരാം. വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് ഞാൻ കഴിക്കാൻ നേരം ഞാൻ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയെന്നുള്ളത് കാണിക്കാം. വലിയ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. ഓക്കേ, അപ്പോൾ അങ്ങനെ ഫൈനലി എൻ്റെ വെബിനാർ സെഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ 1:30 1:40 ആയി ഓൾമോസ്റ്റ്. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ കറികളൊക്കെ ഞാൻ നേരത്തെ തന്നെ വെബിനാർ തുടങ്ങുന്നതിന് മുന്നേ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പോയി ചോറും കൂടെ റെഡിയാക്കി. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ബസുമതി ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് ഒരു 20 മിനിറ്റ്സൊക്കെ മതി അരി റെഡിയാവാനായിട്ട്. അപ്പം ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കാണിക്കാം. അപ്പം ഞാൻ ഫിഷ് കറി ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇതൊരു മെഴുക്ക് പുരട്ടി. ഇന്നും പൊട്ടറ്റോ തന്നെയാണ് എനിക്ക് അവൈലബിളായിട്ട് കിട്ടിയത്. പിന്നെ ഈ പ്രാവശ്യം മോര് കറിയായിട്ട് വെക്കാൻ പറ്റില്ല, സോ ഞാൻ പച്ചമോര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇതെനിക്ക് കഴിക്കാനുള്ള എൻ്റെ ചോറും. അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. പ്ലസ് ഐ എം ഇൻവൈറ്റിംഗ് യു ഓൾ ടു ഹാവ് ദിസ് ലഞ്ച്. ഹലോ ഗൈസ്, ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. എന്തോ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങി. പിന്നെ സാറ്റർഡേ ആണല്ലോ, അല്ലാത്ത ദിവസങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ കിടക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അതന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഇനിയിപ്പോൾ എൻ്റെ വാക്കിംഗ് ടൈമാണ്. ഞാൻ ഡെയിലി ഒരു 1 hour നടക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഡേ സ്കിപ്പ് ചെയ്യും. അത് മിക്ക ദിവസവും സൺഡേ ആണ് സ്കിപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസവും ഞാനൊരു 1 hour വെച്ച് നടക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ജേർണിയുടെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1 hour നടന്നിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ നടന്നിട്ടൊക്കെ വന്നു, ഫ്രഷൊക്കെ ആയി. അപ്പോൾ ഇനി നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇട്ട മൂവി ഉണ്ടല്ലോ, അതെനിക്ക് ഫുള്ള് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് ഫുള്ളൊന്ന് കാണണം. എന്നാൽ ഞങ്ങൾക്ക് 2 പേർക്കും വീക്കെൻഡ് ആയതുകൊണ്ട് കിടക്കാനൊക്കെ എന്തായാലും താമസിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഒരു മെയിൻ കാര്യങ്ങൾ. ഇനി ഡിന്നറും കൂടെ കഴിക്കും. അപ്പം നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സിനിമയൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഇന്ന് വീക്കെൻഡ് ആയത് കാരണം കുറച്ച് താമസിച്ചൊക്കെ കിടക്കത്തുള്ളൂ. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു മൂവി ടൈമാണ്. ഉച്ചയ്ക്ക് കണ്ട അതെ ആ സിനിമ ഫുള്ള് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കാണാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.